ഐസ് എല്ലാം പാകി ലൈറ്റെല്ലാം കൊടുത്ത് രോഗികൾ ഇനി വിഷമിച്ച് വരുന്നവർക്ക് അവിടെ സാനിറ്റൈസറിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കി കുടിവെള്ളം അടക്കം വെച്ച് ഉണ്ടാക്കും. ആ കൂട്ടത്തിൽ ഭാവിയിൽ റോഡിൽ ഡിസബിലിറ്റിയുള്ള പേഷ്യൻസ് വന്നാൽ അവർക്ക് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനം, ആധുനിക സംവിധാനം ഭാവിയിൽ ഒരുക്കിയെടുക്കും. അപ്പോൾ ആ റോഡ് അങ്ങനെ ക്രോസ് ചെയ്ത് അടിപ്പാത ചെന്ന് കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഒപിയിലേക്ക് കയറത്തക്ക രൂപത്തിൽ ബാക്കിയൂടെ MLA ഫണ്ട് കൊടുത്ത് ഒരു 50 ലക്ഷം കൂടെയും കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് റൂഫിംഗ് കൂടെ വെച്ച് ആർക്കും നനയാതെ, സ്റ്റാൻഡ് കറങ്ങുന്ന ഒരാൾക്ക് നനയാതെ മെഡിക്കൽ കോളേജ് റൂഫി എത്തുന്ന രൂപത്തിലേക്കുള്ള എല്ലാ സംവിധാനം ചെയ്യാം. ഇതൊരു ഓണസമ്മാനമാണ് ഈ നാടിന് എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യം. അവിടുത്തെ അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ആ സംഭവം. മറ്റൊന്ന് നീണ്ടൂർ കുറുപ്പത്തറ റോഡ്. നീണ്ടൂർ കുറുപ്പത്തറ റോഡ് ഇപ്പൊ പോയി നോക്കിയറിയാം 7 കോടി രൂപ മുടക്കി ഈ അടുത്ത സ്ഥലത്ത് അത്രയും മനോഹരമായ റോഡ് ചെയ്തില്ല. ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ ഈ നാലുമണിക്കാറ്റിൽ ആളുകൾ വരുന്ന പോലെ അവിടെ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ ആ നാട്ടിലെ ആളുകളെല്ലാം വൈകുന്നേരം ഒഴുകിയെത്തുന്ന ഒരവസ്ഥയുണ്ട്. ആ റോഡ് മനോഹരമായി കഴിക്കുന്നു. നീണ്ടൂർ കുറുപ്പത്തറ റോഡ് 7 കോടി രൂപ മുടക്കിയാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പണം വെച്ച് അത് പൂർത്തിയായിരിക്കുന്നു. അത് സമീപ ദിവസങ്ങളിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. മറ്റൊരു കാര്യം പിന്നെ ഏറ്റവും അവസാനമായി 2 കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള ഒന്ന്, പട്ടിത്താനം ബൈപ്പാസ്. ആ ബൈപ്പാസിന്റെ നിർമ്മാണം ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. അവിടെ 99 ലക്ഷം രൂപ മുടക്കി മുഴുവൻ ലൈറ്റ് സ്ഥാപിച്ചു. അപ്പോൾ അവിടെ നല്ല രൂപത്തിലുള്ള സഞ്ചാരയോഗ്യമായ പാത കൂടി ഒരുക്കുന്നതിന് വേണ്ടി 2 സൈഡ് ഫുട്പാത്ത് കെട്ടാൻ തീരുമാനിച്ചു. അതിന് 4.5 കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മാണ പ്രവർത്തനം ഓൺഗോയിങ് പ്രോജക്റ്റായി തുടങ്ങിക്കഴിഞ്ഞു. വളരെ ഭംഗിയായി ആ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷൻ. മിനി സിവിൽ സ്റ്റേഷൻ വളരെ കാലങ്ങളായുള്ള മറുപടിയായിരുന്നു. അതും യാഥാർത്ഥ്യമാകുകയാണ്. അതിന്റെ സ്ഥലം ഇപ്പൊ 70 സെന്റ് നമുക്ക് വിട്ടു തന്നു. അതിന്റെ സോയിൽ ടെസ്റ്റ് കഴിഞ്ഞു. അതിന്റെ പ്ലാനായി, എസ്റ്റിമേറ്റായി, AS കിട്ടി. ഇപ്പോൾ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അടുത്ത മാസം അതിന്റെ തറക്കല്ലിൽ നടക്കും. അവിടെ നിർമ്മിക്കാൻ പോകുന്നത് 15 ഓഫീസുകളാണ്. ഓഫീസുകളുടെ പേരെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. സബ് ഡിവിഷണൽ ഓഫീസ്, സബ് ട്രഷറി ഓഫീസ്, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസ്, AE ബിൽഡിങ്സ്, ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസ്, AIP ഓഫീസ്, ICDS ഓഫീസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, AE റോഡ്സ്, PWD, കൃഷിഭവൻ, MBD ഓഫീസ്, RTO ഓഫീസ്, ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഓഫീസ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, സെയിൽസ് ടാക്സ്, ഇത്രയും ഓഫീസ് 15 ഓഫീസുകൾ കേന്ദ്രീകരിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാണ്.